teach me thy way, O Lord, teach me thy way. Thy gracious aid afford, teach me thy way. Help me to walk aright, more by faith, less by sight. Lead me with heavenly light, teach me thy way. When doubts and fears arise, teach me thy way. When storms o'erspread the skies, teach me thy way. Shine through the cloud and rain, through sorrow, toil and pain. Make thou my pathway plain, teach me thy way. Long as my life shall last, teach me thy way. Wherever my Lord be cast, teach me thy way. Until the race is run, until the journey is done, until the crown is won, teach me thy way. Warm greetings to all my viewers in the mighty name of our Lord and Savior Jesus Christ. യഹോവയുടെ വലുതും ഭയങ്കരവുമായുള്ള ദിവസം വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. എന്നാൽ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും. The sun will be turned into darkness and the moon to blood before the great and terrible day of the Lord shall come. Everyone who calls upon the name of the Lord will be saved. The prophecy of Joel, chapter 2, verses 31 and 32. Dear sisters and brothers in Christ, മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു 40 ദിവസങ്ങളോളം ഈ ഭൂമിയിൽ സഞ്ചരിക്കുകയും സത്യമായും താൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് ശിഷ്യന്മാർക്കും 500-ൽ പരം മറ്റാളുകൾക്കും മനസ്സിലാക്കി കൊടുക്കുകയും അതിനുശേഷം താൻ സ്വർഗാരോഹണം ചെയ്യുകയും ചെയ്തു. യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ സകലതും വിട്ട് തന്നെ അനുഗമിച്ചവരായ തൻ്റെ ശിഷ്യന്മാർ പലപ്പോഴും ഉറപ്പില്ലാത്തവരായും സംശയാലുക്കളായും ദുഃഖിതരായും കാണപ്പെട്ടു. ഇനി എന്ത്? തങ്ങളുടെ എല്ലാമായിരുന്ന യേശുക്രിസ്തു ഇതാ സ്വർഗാരോഹണം ചെയ്തിരിക്കുന്നു. എന്നാൽ ഈ ഭൂമിയിൽ വെച്ച് തന്നെ തൻ്റെ അസാന്നിധ്യം ഒരു തരത്തിലും തൻ്റെ പ്രിയ ശിഷ്യന്മാർക്ക് പ്രയാസമുണ്ടാകാതിരിക്കുവാൻ ഒരു ആശ്വാസകനെ, ഒരു സഹായകനെ യേശുക്രിസ്തു അവർക്ക് വാഗ്ദാനം ചെയ്തിരുന്നു. തൃത്വത്തിൽ ഒരുവനായ ഈ പരിശുദ്ധാത്മാവാണ്, ഈ ദൈവമാണ് പെന്തിക്കോസ്തെ ദിവസത്തിൽ ശിഷ്യന്മാർ കൂടിയിരുന്ന ആ കൂട്ടത്തിന്മേൽ ആവസിച്ചത്. പരിശുദ്ധാത്മാവിൻ്റെ സ്നാനമാണ് അവിടെ നടന്നത്. ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ്. ഈ ദിവസത്തെ പെന്തിക്കോസ്തി എന്നാണ് നാം പറയുന്നത്. യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ശിഷ്യന്മാരെ ബലപ്പെടുത്തുവാൻ അവരോട് മറ്റു പല കാര്യങ്ങളും പറഞ്ഞു. ഈ ദിവസത്തെ പ്രധാന വേദവചന പാഠമാണ് വിശുദ്ധനായ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. St. John chapter 16 verses 1 through 15.
നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൻ ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടർ ആക്കും. അത്രയുമല്ല, നിങ്ങളെ കൊല്ലുന്നവനെല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നുവെന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. അവർ പിതാവിനെയും എന്നെയും അറിയായ്ക കൊണ്ട് ഇങ്ങനെ ചെയ്യും. അതിൻ്റെ നാഴിക വരുമ്പോൾ ഞാൻ അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ആദിയിൽ ഇത് നിങ്ങളോട് പറയാഞ്ഞത് ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കൊണ്ടത്രേ. ഇപ്പോഴോ ഞാൻ എന്നെ അയച്ചവൻ്റെ അടുക്കൽ പോകുന്നു. നീ എവിടെ പോകുന്നു എന്ന് നിങ്ങൾ ആരും എന്നോട് ചോദിക്കുന്നില്ല. എങ്കിലും ഇത് നിങ്ങളോട് സംസാരിക്കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ദുഃഖം നിറഞ്ഞിരിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അവർ എന്നിൽ വിശ്വസിക്കായകൊണ്ട് പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ. ഇനിയും വളരെ നിങ്ങളോട് പറവാനുണ്ട്, എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ വഹിപ്പാൻ കഴിവില്ല. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത്. അതുകൊണ്ടത്രേ അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരും എന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നാം വായിച്ചു കേട്ട ഈ സുവിശേഷ ഭാഗം യേശുക്രിസ്തു ശിഷ്യന്മാർക്ക് കൊടുത്ത വാണിംഗ് ആണ്. ഭാവിയിൽ എന്താണ് നിങ്ങൾക്ക് സംഭവിക്കുവാൻ പോകുന്നത്? നിങ്ങൾ ഇടറിപ്പോകാതിരിക്കേണ്ടതിന് ഞാനിത് മുൻകൂട്ടി നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. I have told you all this so that you won't be staggered by all that lies ahead. 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ പ്രിയ സഹോദരങ്ങളെ ഇക്കാലഘട്ടത്തെക്കുറിച്ചാണ്. എന്താണ് യേശുക്രിസ്തു വാൺ ചെയ്തത്? സുവിശേഷ വിരോധികൾ നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും. അത്രയുമല്ല, നിങ്ങളെ കൊല്ലുന്നവനെല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നുവെന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. For you will be excommunicated from the synagogues or churches. And indeed the time is coming when those who kill you will think they are doing God a service. ദുരാത്മാക്കളെ അഥവാ ദുർഭൂതങ്ങളെ ദൈവമായി ഗണിക്കുന്നവർ ആ പേഗൻ ഗോഡിനു വേണ്ടി, മ്ലേച്ഛ വിഗ്രഹങ്ങൾക്ക് വേണ്ടി സത്യദൈവാരാധികളായ ക്രിസ്തുവിൻ്റെ അനുയായികളെ ലോകമെമ്പാടും മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും കുരുതിക്ക് കൊടുക്കുകയാണ്. അവർ ആ ക്രിയ ചെയ്യുമ്പോൾ അവരുടെ ദൈവത്തെ വിളിക്കുകയാണ്. യേശുക്രിസ്തു വീണ്ടും പറയുകയാണ്, അവർ സത്യദൈവത്തെ അറിയായ്ക കൊണ്ട് ഇങ്ങനെ ചെയ്യും. അതിൻ്റെ നാഴിക വരുമ്പോൾ ഞാൻ അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ആദിയിൽ ഇത് നിങ്ങളോട് പറയാഞ്ഞത് ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കൊണ്ടത്രേ. ഇപ്പോഴോ ഞാൻ എന്നെ അയച്ചവൻ്റെ അടുക്കൽ പോകുന്നു.
വേഴ്സ് 7. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. അതായത് ഈ പ്രതികൂലങ്ങളൊക്കെയും വരുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോയിട്ട് പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് അയച്ചു തരും. ഞാൻ പോകാഞ്ഞാൽ പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവിനെ കാര്യസ്ഥൻ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കാര്യസ്ഥൻ, അതായത് കംഫർട്ടർ. സെയിൻറ്റ് ജോൺ ചാപ്റ്റർ 14 വേഴ്സ് 16 പറയുന്നു, ഹോളി സ്പിരിറ്റ് ഈസ് അവർ കംഫർട്ടർ. ഹോളി സ്പിരിറ്റ് ഈസ് അനദർ കംഫർട്ടർ. അതായത് ഹി ഈസ് കൗൺസിലർ, ഹെൽപ്പർ, അഡ്വക്കേറ്റ്, ഇൻ്റർസെസർ, സ്ട്രെങ്തനർ, സ്റ്റാൻഡ് ബൈ. നമുക്ക് വേണ്ടതെല്ലാം തരുന്ന, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി നിൽക്കുന്ന, നമ്മളെ ആശ്വസിപ്പിക്കുന്ന, നമ്മുടെ അഡ്വക്കേറ്റായി നിൽക്കുന്ന, നമ്മളെ ബലപ്പെടുത്തുന്ന, നമ്മളെ സഹായിക്കുന്ന, നമുക്ക് വേണ്ടി ഇൻ്റർസീഡ് ചെയ്യുന്ന ആ പരിശുദ്ധാത്മാവ്, ആ കാര്യസ്ഥൻ. ഞാൻ പോകാഞ്ഞാൽ ആ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. അതുകൊണ്ട് ഞാൻ സ്വർഗാരോഹണം ചെയ്യുന്നത് നിങ്ങൾക്ക് പ്രയോജനമുള്ള കാര്യമാണ്. ഞാൻ പോകുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുക്കൽ വരും. എന്താണ് ഈ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്? പരിശുദ്ധാത്മാവ് വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. പ്രിയ സഹോദരങ്ങളെ, നമുക്കറിയാം ഹോളി സ്പിരിറ്റ് പാപബോധം വരുത്തുന്നവനാണ്. ഹോളി സ്പിരിറ്റ് കൺവിക്സ് അസ്, നോട്ട് കണ്ടംസ് അസ്. നമ്മുടെ മേൽ എപ്പോഴും കുറ്റം ആരോപിക്കുന്നവനല്ല പരിശുദ്ധാത്മാവ്. പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നവനാണ്, കൺവിക്റ്റ് ചെയ്യുന്നവനാണ്, കണ്ടം ചെയ്യുന്നവനല്ല. സെയിൻറ്റ് ജോൺ ചാപ്റ്റർ 5 വേഴ്സ് 45 പ്രകാരം പറയുന്നു, ഞാൻ പിതാവിൻ്റെ മുമ്പിൽ നിങ്ങളെ കുറ്റം ചുമത്തും എന്ന് നിങ്ങൾക്ക് തോന്നരുത്. നിങ്ങളെ കുറ്റം ചുമത്തുന്നവൻ ഉണ്ട്. മോശയുടെ ന്യായപ്രമാണം, ദ ലോ കണ്ടംസ് ദ സിന്നർ. മനുഷ്യനെ നേർവഴിയിൽ നടത്തുവാൻ, അല്ലെങ്കിൽ ജനത്തെ ഉപദേശിച്ചു കൊടുക്കുവാൻ ദൈവം തന്നതാണ് ഈ ന്യായപ്രമാണം, നിയമം, അല്ലെങ്കിൽ ലോ. എന്നാൽ മനുഷ്യന് ഈ ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ചിട്ട് അവൻ നേർവഴിക്കാകുകയില്ല. കാരണം അതിനതിന് സാധ്യമല്ല. ദൈവത്തിൻ്റെ ആ സ്റ്റാൻഡേർഡ്, അതാണ് ദൈവത്തിൻ്റെ ന്യായപ്രമാണം. ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിനൊപ്പമായി തീരുവാൻ മനുഷ്യന് അവൻ എത്ര ശ്രമിച്ചാലും സാധ്യമല്ല. അവൻ എത്രമാത്രം ശ്രമിച്ചാലും ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിനനുസരിച്ച് അവൻ്റെ വിശുദ്ധിക്കൊത്തവണ്ണം നമുക്ക് വിശുദ്ധരായി ജീവിക്കുവാൻ സാധ്യമല്ല. നമ്മെ തന്നെ നിർമ്മലീകരിക്കുവാൻ നമ്മുടെ പ്രയത്നങ്ങൾ കൊണ്ടൊന്നും സാധ്യമല്ല. അതുകൊണ്ടാണ് സർവശക്തനായ ദൈവം നമ്മിൽ ഒരുവനെ പോലെ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്ന് ന്യായപ്രമാണമെല്ലാം നമുക്ക് വേണ്ടി അനുഷ്ഠിച്ചത്, നിവർത്തിച്ചത്. ഹി സാറ്റിസ്ഫൈഡ് ദ ലോ. ഇവിടെ 1 കൊരിന്ത്യൻസ് ചാപ്റ്റർ 15 വേഴ്സ് 56 പറയുന്നു, ന്യായപ്രമാണം ഉള്ളിടത്തോളം കാലം പാപം ശക്തി ആർജിച്ചിരിക്കും. പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം. ദ സ്ട്രെങ്ത് ഓഫ് സിൻ ഈസ് ദ ലോ. ലോ അവിടെ ഉള്ളപ്പോൾ നാം എപ്പോൾ പാപം ചെയ്താലും നമ്മളെ അത് കുറ്റം വിധിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. നീ അത് ചെയ്തു,
കുറ്റാരോപം എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ട്. അതായത് നമ്മുടെ മനസാക്ഷി, ഹ്യൂമൻ സ്പിരിറ്റ്, അത് നമ്മെ കുറ്റം വിധിച്ചുകൊണ്ടിരിക്കും. നീ പാപിയാണ്, നീ പാപം ചെയ്തു, നീ പാപം ചെയ്തു, നീ പാപിയാണ്, നിനക്ക് ദൈവത്തോട് അടുക്കുവാൻ പറ്റില്ല, നീ മഹാപാപിയാണ്. ഇങ്ങനെ കുറ്റം വിധിച്ചുകൊണ്ടേയിരിക്കും. കുറ്റാരോപം അത് നമുക്ക് തരുന്നത് കണ്ടംനേഷനാണ്. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ന്യായപ്രമാണം നിവർത്തിച്ചത്. അവന് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. അങ്ങനെ നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് ന്യായപ്രമാണം മുഴുവൻ നിവർത്തിച്ചു. നമ്മെ പാപത്തിൻ്റെ ആ ചങ്ങലയിൽ നിന്ന്, അല്ലെങ്കിൽ പാപത്തിൻ്റെ ആ വിഷമുള്ള നമ്മിൽ നിന്നും എടുത്തു കളഞ്ഞു, ഊരിക്കളഞ്ഞു. അതായത് ഇനി മുതൽ പാപത്തിന് നമ്മുടെ മേൽ കർത്തൃത്വമില്ല. അതിൻ്റെ ശക്തിയെ അവൻ തകർത്ത് കളഞ്ഞു. വി ആർ ഫ്രീഡ് ഫ്രം സിൻ. 2 Corinthians chapter 5 verse 21 പ്രകാരം പറയുന്നു, പാപമറിയാത്തവനെ, അതായത് യേശുവിനെ, നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. ആ നീതിയെപ്പറ്റിയുള്ള ബോധമാണ് പരിശുദ്ധാത്മാവ് തരുന്നത്. ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാഗൽഭ്യത്തോടെ നിൽക്കുവാൻ നമുക്ക് ഇപ്പോൾ സാധിക്കുന്നു. അതായത് നമുക്ക് വേണ്ടി യേശുക്രിസ്തു ചെയ്തത് നാം വിശ്വസിക്കുകയും ആ യേശുക്രിസ്തുവിനെ നമ്മുടെ കർത്താവായി നാം ഏറ്റുപറയുകയും അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ നാം ദൈവത്തിൻ്റെ നീതി പ്രാപിക്കുകയാണ്. നമ്മെ ദൈവത്തിൻ്റെ നീതിയാക്കേണ്ടതിനാണ് ദൈവം യേശുക്രിസ്തുവിനെ നമുക്ക് വേണ്ടി പാപമാക്കിയത്. അതുകൊണ്ടാണ് ഇവിടെ വേഴ്സ് 8 പറയുന്നത്, പരിശുദ്ധാത്മാവ് വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തുമെന്ന്. എന്താണ് ഈ പാപം? ഇനി പാപത്തിന് നമ്മുടെ മേൽ കർത്തൃത്വമില്ല. പിന്നെ എന്താണ് ഈ പാപം? പരിശുദ്ധാത്മാവ് ലോകത്തിന് ബോധ്യം വരുത്തുന്ന ഒരേ ഒരു പാപം, ആ മഹാപാപം എന്താണ്? യേശുവിനെ തള്ളിക്കളയുന്നതാണ് ആ മഹാപാപം. യേശുക്രിസ്തുവിനെ ആര് റിജക്റ്റ് ചെയ്യുന്നുവോ, തള്ളിക്കളയുന്നുവോ, അതാണ് മഹാപാപം. ആ പാപത്തെക്കുറിച്ച്, അങ്ങനെ ഒരു പാപം നാം ചെയ്യരുത് എന്ന് നമുക്ക് ബോധം തരുന്നു. അതുപോലെ നീതിയെക്കുറിച്ച്, ദൈവം നമ്മെ നീതിമാനാക്കിയത്, ദൈവത്തിൻ്റെ നീതിയാക്കി നമ്മെ മാറ്റിയത്, ആ ബോധം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നു. വേഴ്സ് 10, അവർ എന്നിൽ വിശ്വസിക്കായ്ക കൊണ്ട് പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ചും, ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ. പരിശുദ്ധാത്മാവ് നമുക്ക് ബോധം തരുന്നതാണ് അത്. അതായത് റിജക്റ്റിംഗ് ജീസസ് ഈസ് ദി ഓൺലി സിൻ ദ ഹോളി സ്പിരിറ്റ് കൺവിക്ട്സ് ദ വേൾഡ് ഓഫ്. ഈ യേശുക്രിസ്തുവിനെ ഒരിക്കലും നാം തള്ളിക്കളയരുത്. ഏതൊരുവൻ യേശുക്രിസ്തുവിനെ തള്ളിക്കളയുന്നുവോ അവൻ പാപം ചെയ്യുകയാണ്. അതുപോലെ തന്നെ എ ബിലീവർ നോസ് ദാറ്റ് ദ ജഡ്ജ്മെന്റ് ഈസ് ഓവർ ആൻഡ് ദ ഡെവിൾ ഹാസ് ബീൻ ജഡ്ജ്ഡ്. ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ന്യായവിധിയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നമുക്ക് ബോധം തരുന്നത്. ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. There is no condemnation for us. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കുള്ളതാണത്. അതായത് ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നു. The judgment is over. Verse 13, സത്യത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും.
പ്രിയ സഹോദരങ്ങളെ, ഈ സുവിശേഷ ഭാഗം നാം ഇന്ന് പഠിക്കുമ്പോൾ നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? ഏതൊരുവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുമോ, അവൻ ചെയ്ത രക്ഷണീയ പ്രവൃത്തി വിശ്വസിച്ച് ഏറ്റുപറയുമോ, അവനെ തങ്ങളുടെ കർത്താവും രക്ഷിതാവുമായി ഏറ്റുപറയുമോ, അവൻ ന്യായവിധിയിൽ നിന്നും ഒഴിഞ്ഞിരിക്കുകയാണ്. അവൻ രക്ഷ നേടിക്കഴിഞ്ഞു. പാപത്തിനോ മരണത്തിനോ ഇനി അവൻ്റെ മേൽ കർത്തൃത്വമില്ല. അത് നാം മനസ്സിലാക്കണം. അത് തന്നെയാണ് ഹീബ്രൂസ് ചാപ്റ്റർ 3 വേഴ്സ് 1 പറയുന്നത്. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ സൂക്ഷിച്ചു നോക്കുകയും അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിലാണല്ലോ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ ജെറുസലേമിൽ എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമനപ്പെട്ടുകൂടിയിരുന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അഗ്നിനാവിൻ്റെ സാദൃശ്യത്തിൽ അവിടെ കൂടിയിരുന്നവരുടെ മേൽ പതിഞ്ഞതും പരിശുദ്ധാത്മാ സ്നാനത്താൽ എല്ലാവരും ആത്മാവ് നിറഞ്ഞവരായി അന്യഭാഷകളിൽ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ പ്രസ്താവിച്ചത് വിവരിച്ചിരിക്കുന്നതും. പല എപ്പിസോഡുകളിൽ നാം ഈ വേദഭാഗം പഠിച്ചിട്ടുള്ളത് കൊണ്ട് ഇന്ന് അതിനെപ്പറ്റി പരാമർശിക്കുന്നില്ല. അടുത്തതായി പരിശുദ്ധാത്മാവിൻ്റെ വിവിധങ്ങളായ വരങ്ങളെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. 1 കൊരിന്ത്യൻസ് ചാപ്റ്റർ 12 വേഴ്സസ് 1-11. സഹോദരന്മാരെ, ആത്മീയ വരങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ ആരും യേശു ശപിക്കപ്പെട്ടവൻ എന്ന് പറയുകയില്ല. അതുപോലെ തന്നെ ദൈവാത്മാവുള്ളത് കൊണ്ടാണ് യേശുക്രിസ്തു കർത്താവ് എന്ന് നമുക്ക് പറയുവാൻ കഴിയുന്നത്. വേഴ്സ് 4. എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്രേ. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ. വീര്യപ്രവൃത്തികളിൽ വ്യത്യാസമുണ്ട്, എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. എന്നാൽ ഓരോരുത്തന് ആത്മാവിൻ്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. അതായത് പരിശുദ്ധാത്മാവ് എന്ന ഏകനിൽ നിന്നും പല വ്യക്തികൾക്ക് പല വരങ്ങളാണ് ലഭിക്കുന്നത്. ഈ വരങ്ങളെല്ലാം സഭയുടെ പൊതുപ്രയോജനത്തിനായിട്ടാണ് ദൈവം നൽകുന്നത്. ഒരുത്തന് പരിശുദ്ധാത്മാവിനാൽ ജ്ഞാനത്തിൻ്റെ വചനവും മറ്റൊരുതിന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിൻ്റെ വചനവും നൽകപ്പെടുന്നു. അതായത് പരിശുദ്ധാത്മാവ് നൽകുന്നതാണ് ജ്ഞാനവരവും പരിജ്ഞാനത്തിൻ്റെ വരവും. അതുപോലെ വിശ്വാസം, മറ്റൊരുത്തന് അതേ ആത്മാവിനാൽ രോഗശാന്തിയുടെ വരം, വേറൊരുവന് വീര്യപ്രവർത്തികൾ, മറ്റൊരുവന് പ്രവചനം, മറ്റൊരുവന് ആത്മാക്കളുടെ വിവേചനം, വേറൊരുവന് പലവിധ ഭാഷകൾ, മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവന് അതത് വരം പകർന്നു കൊടുക്കുന്ന ഒരേ പരിശുദ്ധാത്മാവ് തന്നെ. അടുത്തതായി നമുക്ക് നോക്കാം, എങ്ങനെയാണ് അന്ത്യകാലത്തേക്ക് നാം ഒരുങ്ങേണ്ടത്. അന്ത്യകാലം സമീപിക്കുമ്പോൾ നാം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ആത്മപൂർണർ ആയിരിക്കണം. ഇവിടെ ദ പ്രൊഫസി ഓഫ് ജോയൽ ചാപ്റ്റർ 2 വേഴ്സസ് 28-32 എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം. അതിൻ്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും.
നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും. ഞാൻ ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളെ കാണിക്കും, രക്തവും തീയും പുകത്തൂണും തന്നെ. യഹോവയുടെ വലുതും ഭയങ്കരവുമായ ദിവസം വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. എന്നാൽ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും. യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും. യഹോവ അരുളി ചെയ്തതുപോലെ സിയോൻ പർവ്വതത്തിലും ജെറുസലേമിലും ഒരു രക്ഷിതഗണവും ശേഷിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ യഹോവ വിളിപ്പാനുള്ളവരും ഉണ്ടാകും. ഇത് നമ്മുടെ കാലത്തെ പറ്റിയാണ് യോവേൽ എന്ന പ്രവാചകൻ പ്രവചിച്ചിരിക്കുന്നത്. അതായത് കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയുടെ ആ കാലത്ത് നാം എല്ലാവരും ആത്മപൂർണർ ആയിരിക്കണം. അതായത് കർത്താവിൻ്റെ വലുതും ഭയങ്കരവുമായ ആ ദിവസം വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. എന്നാൽ ദൈവാത്മാവ് പ്രാപിച്ച യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചിരിക്കുന്ന ആ ഗണം, ആ രക്ഷിത ഗണം, അവർ സിയോൻ പർവ്വതത്തിലും ജെറുസലേമിലും ദൈവത്തോടൊപ്പം കർത്താവിൻ്റെ വരവിൽ ആയിരിക്കും. അതിന് നമുക്ക് വേണ്ടത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ നിറവാണ്. കാരണം പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ യേശുക്രിസ്തുവിനെ കർത്താവ് എന്ന് വിളിച്ചപേക്ഷിക്കുവാൻ, അംഗീകരിക്കുവാൻ, കൈക്കൊള്ളുവാൻ ആർക്കും കഴിയുകയില്ല. പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ടാണ് യേശുക്രിസ്തുവാണ് എൻ്റെ കർത്താവ് എന്ന് നമുക്ക് പറയുവാൻ കഴിയുന്നത്. അവർക്ക് വിവിധ തരം വരങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ ലഭ്യമാണ്. അവർ പരിശുദ്ധാത്മപൂർണരാണ്. അവർ ദർശനങ്ങൾ ദർശിക്കും, പ്രവചിക്കും, സ്വപ്നങ്ങൾ കാണും. പരിശുദ്ധാത്മാവിൻ്റെ ആ പ്രകാശനം പല രീതിയിൽ ഇവരുടെ മേൽ ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു രക്ഷിത ഗണമാണ് ആത്യന്തികമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനോടൊപ്പം സിയോൻ മലയിൽ, ആ ജെറുസലേമിൽ, പുതിയ ജെറുസലേമിൽ യേശുക്രിസ്തുവിനോടൊപ്പം ആയിരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പരിശുദ്ധാത്മപൂർണരായി യേശുവിനോടൊപ്പം ആയിരിക്കുവാൻ തക്കവണ്ണം നാം നമ്മെ തന്നെ ഒരുക്കുമോ? May the grace of our Lord Jesus Christ be with you till we meet again with yet another episode. I bless you in Jesus' name. Amen.